2025 ജനുവരി 23 കറന്റ് അഫയേഴ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം. 2025 ജനുവരിയിൽ ശ്രീലങ്കയിൽ വെച്ച് നടന്ന ഭിന്നശേഷിക്കാരുടെ ചാമ്പ്യൻഷിപ്പ് ട്രോഫി 2020 ക്രിക്കറ്റിൽ കിരീടം നേടിയത് ആരാണ്? ഈ വർഷത്തെ ഭിന്നശേഷിക്കാരുടെ ചാമ്പ്യൻഷിപ്പ് ട്രോഫി 2020 ക്രിക്കറ്റിൽ കിരീടം നേടിയത് ആരാണെന്നാണ് ചോദ്യം. ഉത്തരം ഇന്ത്യ. ഓർത്തു വെക്കണം, ഇന്ത്യയാണ് ഈ വർഷത്തെ ഭിന്നശേഷിക്കാരുടെ ചാമ്പ്യൻഷിപ്പ് ട്രോഫി 2020 ക്രിക്കറ്റിൽ കിരീടം നേടിയത്. എവിടെ വെച്ചിട്ടാണ് നടന്നതെന്ന് ചോദിച്ചാൽ ശ്രീലങ്കയിൽ വെച്ചിട്ടാണ് ഈ വർഷത്തെ ഭിന്നശേഷിക്കാരുടെ ചാമ്പ്യൻഷിപ്പ് ട്രോഫി 2020 ക്രിക്കറ്റ് നടന്നത്. രണ്ടാമത്തെ ചോദ്യം. കാപ്പി മാലിന്യം കൊണ്ട് നിർമ്മാണങ്ങൾക്കാവശ്യമായ കോൺക്രീറ്റ് ഉണ്ടാക്കാമെന്ന് കണ്ടെത്തിയത്. കാപ്പി മാലിന്യത്തിൽ നിന്നും പൈറോലിസിസ് പ്രക്രിയയിലൂടെ ഗവേഷകർ കാപ്പി മാലിന്യം ബയോചാറാക്കി മാറ്റുന്നുണ്ട്. ഇതിൽ നിന്നും നിർമ്മാണങ്ങൾക്കാവശ്യമായ കോൺക്രീറ്റ് ഉണ്ടാക്കാമെന്ന് കണ്ടെത്തിയത് ആരാണ്? മെൽബണിലെ RMIT യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് കണ്ടെത്തിയത്. മെൽബണിലെ RMIT യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ. മൂന്നാമത്തെ ചോദ്യം. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദി. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് വേദി എവിടെയാണെന്ന് ചോദിക്കുന്നത്. ഉത്തരം പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് ഈ വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നത്. നാലാമത്തെ ചോദ്യം. വനിതാ ഫുട്ബോളിലെ റെക്കോർഡ് ട്രാൻസ്ഫർ തുകയ്ക്ക് ഇംഗ്ലീഷ് ക്ലബ് ചെൽസി സ്വന്തമാക്കിയ താരം. വനിതാ ഫുട്ബോളിലെ റെക്കോർഡ് ട്രാൻസ്ഫർ തുകയ്ക്ക് ഇംഗ്ലീഷ് ക്ലബായ ചെൽസി സ്വന്തമാക്കിയ താരം ആരാണെന്നാണ് ചോദ്യം. ഉത്തരം നവോമി ഗ്രിമയെ $11 ലക്ഷം കൊടുത്താണ് ഇംഗ്ലീഷ് ക്ലബായ ചെൽസി സ്വന്തമാക്കിയത്. അഞ്ചാമത്തെ ചോദ്യം. 2020 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം. 2020 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ആരാണെന്നാണ് ചോദ്യം. ഉത്തരം അർഷ്ദീപ് സിംഗ് ആണ് 97 വിക്കറ്റ് ഇന്ത്യക്ക് വേണ്ടി നേടിയത്. ആറാമത്തെ ചോദ്യം. പരിഷ്കരിച്ച സഹകരണ ഗ്യാരണ്ടി സ്കീം പ്രകാരം ഓരോ വർഷവും സഹകരണ ബാങ്കിലും സംഘത്തിലുമുള്ള മൊത്തം നിക്ഷേപത്തിന് നൽകേണ്ട ഗ്യാരണ്ടി വിഹിതം എത്രയാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്? ചോദ്യം ഇതാണ്. പരിഷ്കരിച്ച സഹകരണ ഗ്യാരണ്ടി സ്കീം പ്രകാരം ഓരോ വർഷവും സഹകരണ ബാങ്കിലും സംഘത്തിലുമുള്ള മൊത്തം നിക്ഷേപത്തിന് നൽകേണ്ട ഗ്യാരണ്ടി വിഹിതം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം 100 രൂപയ്ക്ക് 4 പൈസ എന്ന നിരക്കിൽ 100 രൂപയ്ക്ക് 4 പൈസ എന്ന നിരക്കിലാണ് നൽകേണ്ടത്. ഏഴാമത്തെ ചോദ്യം. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ സാംസ്കാരിക പൈതൃകവും അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും ആഘോഷിക്കുന്ന പാങ് സൗ പാസ് ഇന്റർനാഷണൽ 2025 നടക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ സാംസ്കാരിക പൈതൃകവും അതിന്റെ ചരിത്രപരമായ പ്രാധാന്യവും ആഘോഷിക്കുന്ന പാങ് സൗ പാസ് ഇന്റർനാഷണൽ 2025 നടക്കുന്നത് എവിടെ വെച്ചാണ് നടക്കുന്നതെന്നാണ് ചോദ്യം. ഉത്തരം അരുണാചൽ പ്രദേശ്.